വെൽക്കം ടു ലക്ഷദ്വീപ് ട്രാവലർ. കാശ്മീരിലെ ഇന്നത്തെ നമ്മുടെ യാത്ര ഹസ്രത്ത് ബാൽ മസ്ജിദിലേക്കാണ്. നമ്മൾ രാവിലെ തന്നെ ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ പരിസരത്തെത്തി. ഇവിടെ രാവിലെ തന്നെ സജീവമാണ്. ഒരുപാട് കടകൾ, വഴിയോര കച്ചവടക്കാരൊക്കെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കാശ്മീരി സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര കഥകൾ പറയാനുണ്ട്. 1635 പ്രവാചക പരമ്പരയിൽപ്പെട്ട സയ്യിദ് അബ്ദുള്ള മദനി എന്ന ആൾ മദീനയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലെ ബീജാപൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അദ്ദേഹം തിരുകേശം കൈവശമുള്ള ഒരാളായിരുന്നു. മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സയ്യിദ് ഹമീദ് ഈ തിരുകേശം കൈവശമായി കിട്ടി. എന്നാൽ മുഗൾ സൈന്യം ബീജാപൂർ കീഴടക്കാൻ വന്നതോടെ പ്രവാചകൻ്റെ ഈ തിരുകേശം തൻ്റെ കയ്യിൽ ഭദ്രമാണോ എന്ന് സംശയമായതോടെ സയ്യിദ് ഹമീദ് എന്ന ആൾ കാശ്മീരിലെ പ്രബലനായ ബിസിനസ്സുകാരനായ ഖ്വാജ നൂറുദ്ദീൻ ഇഷായി എന്നയാൾക്ക് തിരുകേശം കൈമാറി. എന്നാൽ ഈ കൈമാറ്റം മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിനെ അറിയുകയും ഖ്വാജ നൂറുദ്ദീൻ ഇഷായിയെ തുരങ്കിലടക്കുകയും ചെയ്തു. ഇതിനുശേഷം 9-ാം ദിവസം ഔറംഗസേബിന് രാത്രി സ്വപ്നം കാണുകയും സ്വപ്നത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 4 ഖലീഫമാരും വരികയും തിരുകേശം കാശ്മീരിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്വപ്നത്തിൽ പറയുകയും ചെയ്തു. അങ്ങനെ തിരുകേശം ഔറംഗസേബ് കാശ്മീരിലേക്ക് കൊണ്ടുപോകാൻ ഇഷായിയെ സമ്മതിച്ചു. എന്നാൽ ജയിലിൽ വച്ച് തന്നെ നൂറുദ്ദീൻ ഇഷായി മരണമടയുകയായിരുന്നു. ശേഷം തിരുകേശവും നൂറുദ്ദീൻ ഇഷായിയുടെ ഭൗതിക ശരീരവും കാശ്മീരിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ മകളായ ഇനായത്ത് ബീഗം കാശ്മീരിൽ ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഹസ്രത്ത് ബാൽ മസ്ജിദ് പണി കഴിപ്പിച്ചു. ശേഷം അവരുടെ കുടുംബത്തിലെ പുരുഷന്മാർ ഈ തിരുകേശത്തിൻ്റെയും പള്ളിയുടെയും അനന്തരാവകാശികളായി. 1963 ഈ തിരുകേശം ഹസ്രത്ത് ബാൽ മസ്ജിദിൽ വച്ച് നഷ്ടപ്പെട്ടു. അങ്ങനെ കാശ്മീരിലും ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്ന ഇന്ത്യ അന്ന് അറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് അല്ലെങ്കിൽ ബംഗാളിലുമൊക്കെ ഇത് ഒരു കലാപമായി മാറി. 2 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്യാൻ കാരണമായ ഒരു കലാപം. അങ്ങനെ 31 ഡിസംബർ 1963 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ഈ തിരുകേശം ഉടനടി കണ്ടുപിടിക്കുമെന്നും ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചു. അങ്ങനെ ജനുവരി 4, 1964 തിരുകേശം കണ്ടെത്തുകയും ചെയ്തു. റബിയുൽ അവൽ 12 പോലെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പ്രവാചകൻ്റെ ഈ തിരുകേശം ജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പള്ളിയിൽ വച്ച്. ദാൽ തടാകത്തിൻ്റെ തീരത്തുള്ള ഈ മനോഹരമായ പള്ളി കാണാൻ ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകാരും അവിടുത്തെ വിശ്വാസികളുമെല്ലാം ആ പള്ളിയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഇതുപോലെ ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു. ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കച്ചവടക്കാർ പല സാധനങ്ങളും അവിടെ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം സെക്യൂരിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മനോഹരമായൊരു കാഴ്ചയാണ് ദാൽ തടാകത്തിൻ്റെ തീരത്തുള്ള ഈ ഹസ്രത്ത് ബാൽ മസ്ജിദ്. ശേഷം ഞങ്ങൾ ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ദാൽ തടാകം. ആ ദാൽ തടാകം കൂടി കണ്ടേക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ദാൽ തടാകത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ഞങ്ങൾ പള്ളിയിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് യാത്രയായി. ദാൽ തടാകത്തിലെ ശിക്കാര റൈഡ് മനോഹരമായൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളെന്തായാലും ബാർഗെയിൻ ചെയ്തിട്ടേ കയറാൻ പാടുള്ളൂ. അവരെത്ര പറയുന്നു അതിൻ്റെ ഒരു പകുതിയെങ്കിലും പറഞ്ഞാലേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. നല്ല റേറ്റ് പറയും. അതിൻ്റെ ഒരു ഏകദേശം പകുതിയെങ്കിലും പറയണം എന്നാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും കയറി. ശിക്കാര റൈഡ് മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. പല വെറൈറ്റി ശിക്കാരകളൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ട് പോവുകയാണ്. കാശ്മീരിൻ്റെ തനതായ സംസ്കാരങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും നമുക്ക് തൊട്ടറിയാൻ പറ്റിയൊരു യാത്രയാണ് ദാൽ തടാകത്തിലെ ശിക്കാര റൈഡ്. കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന ഒരു ശിക്കാരക്കാരനാണിത്. ശിക്കാരയിൽ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ട് നടക്കുകയാണ് ആൾ.
ഇതുപോലെ ഒരുപാട് ശിക്കാരകളുണ്ട്, പല പല ബിസിനസ്സുകാരുണ്ട്, മീൻസ് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നവരൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം. ഞാനും അഹസനും അങ്കിളും തിഹാമും വൈഫും ഒക്കെ ഒരു ശിക്കാരയിലും, നമ്മുടെ ഫാമിലിയിലെ വേറെ ആളുകളുണ്ട്, അവർ വേറൊരു ശിക്കാരയിലും. അങ്ങനെ 2 ശിക്കാരയിലൂടെ ഞങ്ങളിങ്ങനെ ദാൽ തടാകത്തിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശിക്കാര റൈഡ് കാശ്മീരിലേക്ക് എത്തുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. ഒരുപാട് പുതിയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുക. ഈ ദാൽ തടാകത്തിന് തീരത്ത് ഒരുപാട് കാശ്മീരികളുടെ ഇങ്ങനെ താമസിക്കുന്ന വീടൊക്കെ കാണാം. അതുപോലെ ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസും ഉണ്ട് ഇവിടെ. അതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള ശിക്കാരകളുണ്ട്. ഇയാൾ ഒരു കാശ്മീരിയാണ്. ഇയാൾ ഒരു ചായയായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് കാശ്മീരി കവ എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ ബദാമും ഏലക്കയും തേനും ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ ചായയാണ് കാശ്മീരി കവ. എന്തായാലും ഞങ്ങളത് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. 4 ഗ്ലാസ് വാങ്ങിച്ചു. നല്ല മനോഹരമായ ചായ കേട്ടോ. ഈ ദാൽ തടാകത്തിലൂടെ ഈ ചായയും കഴിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നോക്കുമ്പോൾ മുമ്പിൽ ഒരു ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരു ശിക്കാര, അതായത് കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് പിന്നീട് നമുക്ക് നല്ല ഉപകാരപ്പെടും. അതായത് ഒരു ട്രിപ്പിൻ്റെ ഓർമ്മക്കൊക്കെ നല്ലതാണ് ഇങ്ങനത്തെ ഓരോ ഫോട്ടോ എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ ദാൽ തടാകത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാസിലെ और कम हो रहे हैं, दूर से पास हम हो रहे हैं. ശിക്കാര റൈഡ് മനോഹരമായ അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുക. അതുപോലെ കാശ്മീരിലെ ദാൽ തടാകത്തിലൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണും. ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. അതിനകത്ത് റൂംസ് അവൈലബിൾ ആണ്. അതുപോലെ ഫുഡും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം റേറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്ക് അതിനകത്ത് സ്റ്റേ ചെയ്യാം. ദാൽ തടാകത്തിൽ തന്നെയാണ്. നമുക്കത് നല്ലൊരു വൈബായിരിക്കും. പിന്നെ അത്യാവശ്യം ഹിന്ദി അറിഞ്ഞിരിക്കൽ നല്ലതാണ് ഈ യാത്രയിലൊക്കെ, പ്രത്യേകിച്ച് നോർത്ത് സൈഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. പണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ചത് നല്ല ഉപകാരപ്പെട്ടു കേട്ടോ യാത്രയിൽ മൊത്തം. ദാൽ തടാകത്തിലൂടെയുള്ള മനോഹരമായ ശിക്കാര റൈഡ് ഞങ്ങൾ രാവിലെ ഒരു 11 മണി സമയത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 3:30-4 മണിയൊക്കെ ആവാറായി. അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് മതി വരില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ചായയും സ്നാക്സും ഒക്കെ പുതിയ ശിക്കാരക്കാർ കൊണ്ട് തരും. അതായത് പൈസയൊക്കെ വാങ്ങിച്ചാൽ മതി. അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായൊരു യാത്രയാണ് കേട്ടോ കാശ്മീർ. ജീവിതം ഒരിക്കലെങ്കിലും നിങ്ങൾ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.